ജീവിതം ചിലപ്പോൾ വളരെ പെട്ടെന്നാവും കൈവിട്ടു പോകുന്നത്. ഒന്ന് അന്താളിച്ച് നിൽക്കാൻ പോലും സമയം കിട്ടിയെന്ന് വരില്ല. അത്രയും പെട്ടെന്നാവും ഒക്കെയും കീഴ്മേൽ മറിയുന്നത്. എന്നാൽ അതിലൊന്നും അടിപതരാതെ ആത്മവിശ്വാസത്തോടെ ജീവിതത്തെ നേരിടുകയാണ് വേണ്ടത്. പറയാൻ എളുപ്പമാണ്, എന്നാൽ രമ്യ ആന്റണി എന്ന യുവ കവയത്രിയുടെ ജീവിതം നമ്മോട് പറയുന്നത് അതാണ്. ജീവിതത്തിലെ എല്ലാ പരീക്ഷണ ഘട്ടങ്ങളെയും അവൾ ചെറുത്ത് തോൽപ്പിക്കുവാൻ ശ്രമിക്കുന്നു. അതിനവൾക്ക് ആത്മവിശ്വാസം നൽകാൻ നല്ല കൂട്ടുകാരുടെ സ്നേഹവും സാന്ത്വനവുമുണ്ട്. ഓർക്കുഡ് കൂട്ടായ്മയിലൂടെയും ബ്ലോഗ് സ്പേസിലൂടെയും മാത്രം ആദ്യം പരിചയപ്പെട്ട കൂട്ടുകാർ ഇന്ന് പരസ്പര വിശ്വാസത്തിന്റെ ശക്തമായ വഴികളിൽ ഒത്തുചേരുന്നതിന്റെ കഥ കൂടിയാണ് രമ്യയുടെ ജീവിതത്തിന്റേത്. ജീവിതം രമ്യ ആന്റണി എന്ന പെൺകുട്ടിക്ക് എന്നും വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. പോളിയോ ഹോമിലെ കുട്ടിക്കാല ജീവിതം, ഫസ്റ്റ് ക്ലാസ് മാർക്കോടെ SSLC വിജയം, അതുകഴിഞ്ഞ് കമ്പ്യൂട്ടറിലും ലൈബ്രറി സയൻസിലും പഠനം, പിന്നീട് വീണ്ടും കൂനിന്മേൽ കുരു പോലെ ക്യാൻസറിന്റെ കടന്നാക്രമണം. എങ്കിലും അവൾ പ്രതീക്ഷയോടെ നമ്മെ സമീപിക്കുന്നു, സ്വന്തം കവിതകളുടെ പ്രകാശവുമായി. കവിതകൾ എഴുതാൻ ശരിക്കും പ്രേരണ തന്നത് ജീവിത അനുഭവങ്ങളാണ്. അതിനുശേഷം ഞാൻ ലൈബ്രറി അസിസ്റ്റന്റായി ജോലി ചെയ്യുമ്പോൾ എനിക്ക് ഓർക്കൂട്ടും മറ്റ് മലയാളി സോഷ്യൽ നെറ്റ്വർക്കായ കൂട്ടം തുടങ്ങിയ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. അവിടെയുള്ള കമ്മ്യൂണിറ്റികളിൽ എൻ്റെ രചനകൾ ഇടുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണത്തെ തുടർന്നാണ് എനിക്ക് എഴുതാൻ കൂടുതൽ പ്രോത്സാഹനം ഉണ്ടായത്. അപ്പോൾ അത് തന്നെയാണ് അടിസ്ഥാന കാരണം. ജീവിതാനുഭവങ്ങളെ നമ്മൾ പച്ചയായി എഴുതുമ്പോൾ അവിടെ നിന്നുണ്ടാകുന്ന പ്രതികരണം ശരിക്കും കവിതകൾ എഴുതാൻ എനിക്കൊരു പ്രേരണ തന്നെയായിരുന്നു. സോഷ്യൽ നെറ്റ്വർക്കായ ഓർക്കുട്ടിലും ബ്ലോഗിലും വന്ന ചില കൊച്ചു കവിതകളിലൂടെയാണ് രമ്യ ആന്റണി സഹൃദയരായ സുഹൃത്തുക്കൾക്കിടയിലെത്തിയത്. സുഹൃത്തുക്കൾ മനസ്സിന്റെ എല്ലാ വാതിലുകളും തുറന്നിട്ടു തന്നെ രമ്യയെ സ്വീകരിച്ചു. ഏകദേശം 10-40 കവിതകൾ ഞാൻ എൻ്റെ സ്വകാര്യ ഡയറിയിൽ കുറിച്ചിട്ടിട്ടുണ്ട്. അതിനകത്തു നിന്നാണ് ശലഭായനം എന്ന പുസ്തകം രൂപപ്പെട്ടത്. അതിൽ നല്ല ക്വാളിറ്റി ഉള്ള കവിതകൾ ചേർത്തുകൊണ്ട് എൻ്റെ സുഹൃത്തായ മിസ്റ്റർ സൂരജ് അതിനെ എഡിറ്റ് ചെയ്യുകയും എൻ്റെ സുഹൃത്തുക്കളെല്ലാം ചേർന്ന് ശലഭായനം എന്ന പുസ്തകം രൂപപ്പെടുത്തുകയും ചെയ്തു. ആ ശലഭായനം എന്ന പുസ്തകം രൂപപ്പെടാൻ കാരണം എൻ്റെ സൗഹൃദ വലയങ്ങളാണ്. അതിലെനിക്ക് ഞാൻ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളും തന്നെ എനിക്ക് അതിന് വലിയ സപ്പോർട്ടീവായിരുന്നു. എന്നെപ്പോലൊരു വ്യക്തിക്ക്, സാധാരണക്കാരിയായ ഒരു വ്യക്തിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത മേഖലകളിലേക്ക് എന്റെ സൗഹൃദങ്ങളെ വളർത്തുവാൻ ഈ ശലഭായനം എന്ന പുസ്തകത്തിലൂടെ സാധിച്ചു എന്നതാണ് ഏറ്റവും വലിയ ഒരു പ്ലസ് പോയിന്റ് എന്നത്. അത് ഈ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ കൂടി ആയപ്പോൾ അത് സമൂഹത്തെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞു, മറ്റുള്ളവരെ എനിക്ക് സ്വാധീനിക്കുവാൻ കഴിഞ്ഞു. അത് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സുപ്രധാന കാര്യമായി ഞാൻ കാണുന്നു. രമ്യയുടെ ജീവിതത്തിലേക്ക് വന്ന ആ പ്രിയ സ്നേഹിതരുടെയും ജീവിതത്തിലെ സുപ്രധാന കാര്യം തന്നെയാണെന്ന് രമ്യയുടെ കവിതകളും അവളുടെ ജീവിതവും. കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകുന്ന യുവകവി KG സൂരജിന്റെ വാക്കുകളിൽ തന്നെ നമുക്കത് കേൾക്കാം. വളരെ യാദൃശ്ചികമായിട്ടാണ് രമ്യയുടെ കവിതകളിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത്. ഇപ്പോൾ ബ്ലോഗിന്റെയും ഓർക്കിഡിന്റെയും ഒക്കെ ജനാധിപത്യത്തിന്റെ ഒരു കാലമാണ്. യാദൃശ്ചികമായി ഇതുപോലെ കവിതകൾ വായിക്കുന്ന ഒരു സാഹചര്യത്തിൽ രമ്യയുടെ ബ്ലോഗിലേക്ക് എത്താൻ വേണ്ടി കഴിഞ്ഞു. അപ്പോൾ രമ്യയുടെ 4-5 കവിതകൾ അതിനകത്തുണ്ടായിരുന്നു. എല്ലാ കവിതകളും വളരെ ഹൃദയസ്പർശിയായിട്ടുള്ള കവിതകളായിരുന്നു. അങ്ങനെ കവിതകൾ വായിച്ച് രമ്യയുടെ ബ്ലോഗ് ഫോളോ ചെയ്യാൻ തുടങ്ങി. ഓർക്കുട്ടിൽ രമ്യ ഉണ്ടാകും എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് തന്നെ ഓർക്കുട്ടിൽ രമ്യയെ സെർച്ച് ചെയ്തു. അങ്ങനെ രമ്യയുമായി നല്ല സുഹൃത്തുക്കളായി. അങ്ങനെ അത്തരത്തിലൊരു സാഹചര്യത്തിലാണ് രമ്യയുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾക്ക് ഒരുപാട് പേർക്കൊപ്പം എനിക്കും അണിചേരാൻ കഴിഞ്ഞത്. രമ്യയുടെ കവിതകളുടെ ആദ്യ സമാഹാരമായിട്ടുള്ള 30ഓളം കവിതകളാണ് ആ പുസ്തകത്തിൽ ഉണ്ടായിട്ടുള്ളത്. ശലഭായനം എന്ന പേരിൽ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി കഴിഞ്ഞു. ആ ശലഭായനത്തിൽ ഓരോ അക്ഷരവും ഓരോ മനുഷ്യരാണ്. ആയിരക്കണക്കിന് അക്ഷരങ്ങളുള്ള ഒരു പുസ്തകത്തിൽ ഓരോ അക്ഷരവും ഓരോ മനുഷ്യർ എന്ന നിലയിൽ നമുക്ക് കണക്കൂട്ടാൻ വേണ്ടി കഴിയും. കാരണം രമ്യയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, രമ്യയെ ശബ്ദത്തിലൂടെ മാത്രം അറിയുന്ന, അല്ലെങ്കിൽ രമ്യയെ കവിതയിലൂടെ മാത്രം അറിയുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് സഹൃദരായിട്ടുള്ള, സർഗാധരരായിട്ടുള്ള മനുഷ്യസ്നേഹികളുടെ ഒരു കൂട്ടായ്മയാണ് കൃത്യമായി പറഞ്ഞാൽ ഈ ഓർക്കിഡിലൂടെയും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ തന്നെ വന്നിട്ടുള്ള ഈ ഒരു മഹത്തരമായിട്ടുള്ള സംരംഭം.
ഫ്രണ്ട്സ് ഓഫ് രമ്യ എന്നൊരു വേദി രൂപപ്പെടുകയും അവരിലൂടെ രമ്യയുടെ കവിതകൾക്ക് ചിത്രരൂപം കൈവരികയും ചെയ്തിരിക്കുന്നു. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ ഷാൻഡോ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ചിത്രകാരന്മാർ രമ്യയുടെ കവിതകളിലെ ഭാവതലങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ചിത്രങ്ങൾ ഒരുക്കി. രമ്യയെപ്പോലും അതിശയിപ്പിക്കുന്നതായി ആശയപരമായ ഈ സങ്കലനവും സാമ്യവും. ശലഭായനം എന്ന പുസ്തകത്തിലെ 30ഓളം കവിതകൾ ചേർത്തുകൊണ്ട് തിരുവനന്തപുരം ഫൈനാൻസ് കോളേജിലെ ഷാൻഡോ എന്ന വിദ്യാർത്ഥിയുടെ നേതൃത്വത്തിൽ ഈ കവിതകൾ ചിത്ര രൂപത്തിൽ ആക്കപ്പെടുകയുണ്ടായി. അത് ഞാൻ എൻ്റെ കവിതകൾ എങ്ങനെയാണോ ഏത് ഭാവത്തിലാണോ എഴുതിയത് അതേ ഭാവത്തിൽ തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് വരയ്ക്കുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരു വളരെ പ്രധാന കാര്യമാണ്. അതിൽ സുപ്രധാനമായി പങ്കെടുത്തത് ഷാൻഡോ എന്ന വ്യക്തിയാണ്. അത് വളരെയധികം ഒരു നല്ല കാര്യമായി കാണുന്നു. ഈ ചിത്ര പ്രദർശനത്തോളം എത്തി നിൽക്കുന്ന സ്നേഹ കൂട്ടായ്മയ്ക്ക് പിറകിൽ ഒരുപാട് പേരുടെ ഹൃദയവായ്പകളുണ്ട്. കുരിപ്പുഴ ശ്രീകുമാറിനെയും ഡോക്ടർ TN സീമയെയും പോലെ ജീവിത വഴികളിൽ തിരക്കുള്ളവർ വരെ ഇവർക്ക് ഊർജം പകർന്നുകൊണ്ടേയിരിക്കുന്നു. സൂരജ് അതേക്കുറിച്ച് പറയുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളാണ് ഒരു തിരമാല പോലെ രമ്യയുടെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സജീവമായി ഭാഗഭാഗമായിട്ടുള്ളത്. രമ്യയെ ഓർക്കുട്ടിലൂടെ അറിയുകയും രമ്യയുടെ മുഴുവൻ സമയം രമ്യയ്ക്കൊപ്പം നിൽക്കുന്ന രമ്യയുടെ സുഹൃത്ത് ജോഷി, അതുപോലെ തന്നെ അഷ്കർ, ഡോക്ടർ ദീപ ബിജോ അലക്സാണ്ടർ തുടങ്ങി സന്തോഷ് വിൽസൺ, അങ്ങനെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ സജീവമായി നിൽക്കുന്ന പലതരത്തിലുള്ള പല വിധത്തിലുള്ള മനുഷ്യരുടെ ഒരു കൂട്ടായ്മയായി ഇത് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോൾ രോഗാവസ്ഥയെ സർഗാത്മകതയുടെ സ്നേഹപ്രകാശം കൊണ്ട് നേരിടാൻ രമ്യയ്ക്കാവുന്നു. ലോകമെങ്ങും ഇന്ന് അവളുമായി കൂട്ടുകൂടാൻ ഒട്ടേറെ സഹൃദയർ വന്നുകൊണ്ടേയിരിക്കുന്നു. രമ്യ അവർക്ക് പകർന്നു നൽകുന്നത് ആത്മവിശ്വാസമാണ്. ഈ ഒരു രമ്യ എന്ന് പറയുന്ന കവയത്രിയുടെ ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള, ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ നിന്നുള്ള ജോഷിയും കണ്ണൂരുള്ള അഷ്കറും തിരുവനന്തപുരത്തുള്ള ഞാനും എല്ലാം പരസ്പരം ബന്ധപ്പെടുത്തി. ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് മനുഷ്യർ ഇത്തരത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. രമ്യ എന്ന് പറയുന്നത് അതിജീവനത്തിന്റെയും അല്ലെങ്കിൽ നിശ്ചയദാർഢ്യത്തിന്റെയും ഒക്കെ തന്നെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. കാരണം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും മനുഷ്യർ ചഞ്ചലപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ, ഏറ്റവും പ്രതികൂലമായിട്ടുള്ള ജീവിത സാഹചര്യത്തിൽ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ ഒരുപാട് സ്വാംശീകരിച്ചുകൊണ്ട് ഫൈറ്റ് ചെയ്യുന്ന ഒരു സമരത്തിന്റെ പ്രതീകമായിട്ടാണ് ഞങ്ങൾ രമ്യയെ കാണുന്നത്. രോഗത്തെ എങ്ങനെ സർഗാത്മകമായി അതിജീവിക്കാം എന്നുള്ളതിന്റെ ഏറ്റവും ഊഷ്മളമായിട്ടുള്ള പ്രതീകമാണ് രമ്യ ആന്റണി. രമ്യ തിരയുന്നത് സ്വന്തം പ്രതിബിംബത്തെ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ പറയാം, സ്വന്തം ജീവിതത്തിലൂടെ അവൾ അറിയുന്നത് ഈ ലോകത്തെ തന്നെയാണ്, വിഷാദവും സന്തോഷവും നിറഞ്ഞ ഈ ലോകത്തെ. കവിതകളിലെ വിഷാദാത്മകത ശ്രദ്ധിച്ച് തന്നിലേക്ക് വന്നെത്തിയ സുഹൃത്ത് സഞ്ജയത്തെക്കുറിച്ച് രമ്യയുടെ വാക്കുകൾ. ഓർക്കൂട്ടിൽ ഞാൻ ആദ്യമായി കവിത പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ കവിതകൾക്ക് വളരെയധികം വിഷാദാത്മകതയുണ്ടെന്ന് പലരും പറയാറുണ്ടായിരുന്നു. കാരണം കവയത്രിക്ക് വിഷാദം ജനിപ്പിക്കുന്ന എന്തോ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം എന്നുള്ളത് തേടി ആ ഒരു തേടലിലൂടെയാണ് മറ്റുള്ള സൗഹൃദങ്ങൾ എന്നിലേക്ക് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു സൗഹൃദം മറ്റുള്ളവരിലേക്ക് ചോദിച്ചറിഞ്ഞു ആ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് ചോദിച്ചറിഞ്ഞാണ് ഇങ്ങനെ ശൃംഖല രൂപപ്പെടുവാൻ കാരണം. ആദ്യം ഞാൻ ഈ ഓർക്കൂട്ട് എന്ന കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഒരു വൈകല്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ജീവിതത്തിൽ മറ്റുള്ള പ്രതിസന്ധികളെ നേരിടുവാനും എനിക്ക് ഏറ്റവും അധികം ഈ സൗഹൃദ വലയം ഏറ്റവും അധികം കാരണമായി എന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഒരു വലിയ ഒരു കാര്യമായി ഞാൻ കാണുന്നു. പെട്ടെന്നുലഞ്ഞുപോയ ഒരു കൊച്ചു ജീവിതം എவ்விധം താങ്ങി ഉയർത്തപ്പെട്ടു എന്ന കഥ കേൾക്കുമ്പോൾ ജീവിതത്തിന്റെ പരീക്ഷണശാലയിലെ കടുത്ത നിഷ്ഠകളാണ് ഓർമ്മയിൽ വരുന്നത്. രമ്യ തിരുവനന്തപുരത്തെ പോളിയോ ഹോമിൽ നിന്നാണ് വളർന്നത്. അതിനുശേഷമാണ് രമ്യ സ്വയം പഠിച്ചുകൊണ്ട് കുടുംബത്തിന്റെയും അച്ഛന്റെയും അമ്മയുടെയും എല്ലാം തന്നെ സഹായത്തോടെ പഠനം നന്നായി പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. SSLCക്ക് ഫസ്റ്റ് ക്ലാസ് വാങ്ങിക്കൊണ്ട് പാസ്സായി. അതിനുശേഷം കമ്പ്യൂട്ടർ പഠനം നടത്തി, ലൈബ്രറി സയൻസ് സർട്ടിഫിക്കറ്റ് നേടി. ഇതെല്ലാം കഴിഞ്ഞുകൊണ്ട് രമ്യ ലീല കെമിൻസ്കി എന്ന് പറയുന്ന ഹോട്ടലിലെ അസിസ്റ്റന്റ് ലൈബ്രറിയനായി ജോലി നോക്കവെയാണ് RCCയിൽ പ്രവേശിപ്പിക്കപ്പെടുന്നത്. അതിനുശേഷം രമ്യയാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു വെളിച്ചമായി നിൽക്കുന്നത്. കാരണം ശ്രദ്ധ എന്ന് പറയുന്ന ഇപ്പോൾ ഈ ഒരു പെയിന്റിംഗ് എക്സിബിഷൻ നടക്കുന്ന
സ്ഥാപനം എന്ന് പറയുന്നത് ക്യാൻസർ പേഷ്യൻസിന്, ക്യാൻസർ ബാധിച്ച സുഹൃത്തുക്കൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റ് ഫുഡും അക്കോമഡേഷനും മെഡിസിനും എല്ലാം ഏർപ്പാട് ചെയ്യുന്ന വിദേശ സഹായം ഇല്ലാത്ത ഒരു പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ ഇവിടെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഒരുപാട് സാമ്പത്തികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യർ, സ്നേഹിതർ എത്തിച്ചേരുന്ന ഒരു സ്ഥലമാണ്. ഇവിടുത്തെ ഇത്തരത്തിലുള്ള ദുരിതമനുഭവിക്കുന്ന, രോഗപീഠകൾ അനുഭവിക്കുന്ന ഇത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി ആവശ്യമായിട്ടുള്ള വലിയ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കാൻ രമ്യയുടെ നേതൃത്വത്തിൽ ഒരു സംഘടന രൂപീകരിക്കപ്പെടുന്നു. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് ഞങ്ങളെക്കാൾ മുൻപിൽ നിന്ന് രമ്യ ഞങ്ങളെ നയിക്കും. അത്തരത്തിലുള്ളൊരു കരുത്തും ആത്മവിശ്വാസവുമാണ് ഇത്തരമൊരു വലിയ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നതിലൂടെ ഞങ്ങൾ ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ നേതൃത്വം നൽകിയ ഒരുപാട് പേരുണ്ട്. മലയാളത്തിന്റെ പ്രിയങ്കരനായിട്ടുള്ള കവി കുരീപ്പുഴ ശ്രീമാരേട്ടൻ, അതുപോലെ തന്നെ ഡോക്ടർ TN സീമ ടീച്ചർ, പിന്നെ അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത പേരുകളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഞങ്ങൾക്ക് കരുത്തായി നിന്നിട്ടുള്ളത്. ശലഭായനം എന്ന കവിതാ സമാഹാരത്തിലെ 30 കവിതകളിലും തുടിച്ചു നിൽക്കുന്നത് ജീവിതാനുഭവങ്ങളാണ്. പ്രണയത്തിന്റെയും സ്വപ്ന സാക്ഷാത്കാരത്തിന്റെയും ജീവിതാശ്ലേഷത്തിന്റെയും വർണ്ണച്ചിറകുള്ള ശലഭങ്ങളാണ് ഈ കവിതകളെന്ന് പ്രശസ്ത കവി കുരിപ്പുഴ ശ്രീകുമാർ നിരീക്ഷിക്കുന്നു. അലമാരകൾ എന്ന കവിതയിലുമുണ്ട് ഈ സ്വപ്നദർശനം. അലമാരകൾ വാങ്ങേണ്ടവയുടെ കുറിപ്പടിയിൽ 2 വലിയ അലമാരകളുണ്ട്. ഒന്നിൽ നിറയെ പുസ്തകങ്ങൾ, ഒരിക്കലും പൊടി പിടിക്കാത്തത്, എല്ലാ വരികൾക്കടിയിലും എൻ്റെ കണ്ണൊപ്പിട്ടത്. മറ്റൊന്നിൽ നിറയെ കരിവളകൾ, പിന്നെ പൊട്ടും ചാന്തും. എല്ലാം നിറച്ചപ്പോൾ സ്വപ്നം സൂക്ഷിക്കാൻ ഒരുപാടിടം ബാക്കി. ഫ്രണ്ട്സ് ഓഫ് രമ്യ എന്ന കൂട്ടായ്മ കഴിഞ്ഞ ആഴ്ച രമ്യയ്ക്ക് പ്രിയങ്കരമായ 3 കാര്യങ്ങൾ ചെയ്തു. 1. അവൾക്കൊരു സ്കൂട്ടർ. 2. ഒരു ലാപ്ടോപ്പ്. ഇവ രണ്ടും മുന്നോട്ടുള്ള സ്വപ്നയാത്രയ്ക്ക് ഗുണകരമാവുമെന്നുറപ്പാണ്. ഓർക്കൂട്ട് കൂട്ടായ്മയിലൂടെ ലഭിച്ച 1 ലക്ഷം രൂപയുടെ ധനസഹായം ചടങ്ങിൽ വെച്ച് രമ്യയ്ക്ക് കൈമാറി. 3ാമത്തെ കാര്യം രമ്യയുടെ പുതു കവിതകൾ 2ാം പുസ്തകത്തിന് വഴിയൊരുങ്ങുന്നു എന്നതാണ്. സ്പർശം എന്ന കവിതാ സമാഹാരത്തിന്റെ കവർ പേജുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. ചുറ്റിലും സ്നേഹം പങ്കുവയ്ക്കാൻ സമാന ഹൃദയരുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും രോഗാവസ്ഥകളെയും അതിജീവിക്കാം എന്ന് രമ്യ ഇന്ന് നമ്മോട് പറയുന്നു. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടുവാനും സ്നേഹിതരുണ്ടാവുക എന്നത് തന്നെയാണ് പ്രധാനം. തളർന്ന കാലുകളും അതിലേറെ തകർന്ന ശരീരവുമായി ജീവിതത്തിനു നേർക്ക് സധൈര്യം നടക്കുന്ന രമ്യയുമായി കൂട്ടുകൂടണമെന്ന് നിങ്ങൾക്കും ആഗ്രഹമുണ്ടോ? എങ്കിലിതാ രമ്യയുടെ ഫോൺ നമ്പറും ഇമെയിൽ വിലാസവും. രമ്യ ആന്റണി 9895304439. ഇമെയിൽ aksharam_online@gmail.com. വിലാസം ഒരിക്കൽ കൂടി, രമ്യ ആന്റണി 9895304439. ഇമെയിൽ aksharam_online@gmail.com.